എൻ്റെ ഒരുക്കം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല കല്യാണത്തിനും പോവാന്ന് കേട്ടാ. കല്യാണത്തിനൊന്നല്ലേ, ഹോസ്പിറ്റൽ വരെ പോവാണ് കേട്ടാ. അപ്പോൾ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ ഈ പനിക്കുട്ടൻ വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ കൂടെ ആളുടെ കൂടപ്പിറപ്പുകളും ഉണ്ട്. അതിലാൾ ഒരു പക്ഷഭേദവും കാണിച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ പനിയോടൊപ്പം തന്നെ പനി, നീതിവിച്ച, ചുമ, അതേപോലെ തന്നെ തലവേദന, കഫക്കെട്ട് ഇവയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഈ ചേട്ടനും അനിയത്തിക്കും തല്ലുടണ്ടാന്ന് വെച്ചിട്ട് കറക്റ്റ് അളവിനും തൂക്കത്തിനും പനിയും തലവേദനയും നീരിവിച്ചൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ പോയത്. ഇവരാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു പകുതി എനിക്ക് തരും. ഞാനാണെങ്കിൽ എന്ത് കിട്ടിയാലും അതിൻ്റെ പകുതി ചേട്ടന് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഉള്ളത് അമ്മയാണ്. ആൾക്കൊന്നും കൊടുത്തില്ലെങ്കിലും ആൾ വന്ന് മേടിച്ച് പോവും. അതുകൊണ്ട് തന്നെ ഫാമിലി പാക്കായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ വയ്യാത്തത് കൊണ്ട് വേഗം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയേ. അപ്പോൾ വീടിനടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അപ്പോൾ ഒരു ഉച്ച സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം തിക്കും തിരക്കും ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആരുടെയും ഇങ്ങനെയൊക്കെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ വേഗം തന്നെ മരുന്നൊക്കെ മേടിച്ചിട്ട് പോന്നിട്ട്. അപ്പോൾ വേഗം തന്നെ മരുന്നുകളൊക്കെ കിട്ടിയിട്ട് 101 നമ്പർ കിട്ടിയത്. പക്ഷേ ഞങ്ങൾ വേഗം ചെന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവർ രണ്ടാളും പാർക്കിൽ ചെന്ന പ്രതീതിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ കുറേ ഊഞ്ഞാലും ഒഴുകണ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോന്നു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.